പെൺമക്കളെ പഠനം കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചയക്കണം, അതോടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ മക്കളെ കുരുതി കൊടുക്കുകയാണ്. ഒരു ജോലി പോലുമില്ലാതെ ഭർത്തൃ വീട്ടിൽ അടിമയെപ്പോലെ ജീവിക്കാനാണോ നിങ്ങൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നത്? ഒടുവിൽ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും കൊടിയ പീഡനങ്ങൾ സഹിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. കൊല്ലം ചൂരനാട് സ്വദേശിനിയായ രേഷ്മ അവളുടെ അച്ഛനയച്ച ശബ്ദ സന്ദേശം കേട്ടാൽ അറിയാം ആ യുവതി ഭർത്തൃ വീട്ടിൽ നേരിട്ട ദുരിത ജീവിതത്തെക്കുറിച്ച്. ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവും സഹിച്ചു മടുത്ത് ഒടുവിൽ അവൾ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ രേഷ്മയുടെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സന്തോഷത്തോടെ ജീവിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. എന്നെ വേണ്ടാത്ത ഒരാളോടൊപ്പം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തയാണ്. എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ. ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കൊല്ലം ചൂരനാട് സ്വദേശിനിയായ രേഷ്മ മരിക്കുന്നതിന് മുൻപ് സ്വന്തം അച്ഛനെ വിളിച്ച് പറഞ്ഞതാണിത്. അതിനു പിന്നാലെയാണ് ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ രേഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും വീട്ടുകാരുമാണ് രേഷ്മയുടെ മരണത്തിന് കാരണക്കാരെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും യുവതിയെ മാനസികമായി തകർത്തതായി പരാതിയുണ്ട്. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തയാണ്. എനിക്ക് പറ്റും അമ്മൂനെ വളർത്താന്. ഒരാണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ നമുക്ക്? ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിച്ച ജോലി കൊണ്ട് ഞാൻ അവനെ നോക്കിക്കോളാം. ഇയാളെ സ്വർണ്ണം എല്ലാം എടുത്ത് വരുമ്പോ നിങ്ങളുടെ ബാധ്യതകളും ഞാൻ എന്തെടുത്ത് അതും കൊണ്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചോളാം. ഇത് മനസ്സിലാക്ക്. അച്ഛന്റെ ബാധ്യതയാണോ മക്കളുടെ ഒരു ജീവിതത്തിന്? അച്ഛാ എനിക്ക് ജീവിക്കാൻ പറ്റും വെച്ചാ മനസ്സിലാക്കി. എത്രയോ പേര് ജീവിക്കും. കാരണം ഇയാളുടെ കൂടെ തന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ ഇവരെ സമ്മതിക്കത്തില്ല. ഭർത്താവിൽ നിന്നുണ്ടായ മാനസിക പീഡനങ്ങളാണ് രേഷ്മ അച്ഛനോട് പറയുന്നത്. പുന്നപ്ര സ്വദേശി അജിത്തുമായി 2018 ഏപ്രിൽ 15-നാണ് രേഷ്മയുടെ വിവാഹം നടന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രേഷ്മയെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക പീഡനവുമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് പരാതി. രേഷ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് ഭർത്താവ് എത്താത്തതും കുടുംബത്തിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു. ഒരു കുഞ്ഞുണ്ട് 6 വയസ്സുള്ള. അത് കഴിഞ്ഞപ്പോഴത്തേനും 2-3 വർഷം മുന്നേ ഈ എൻ്റെ ഐത്തെന്ന് പറയുന്ന മരുമോൻ്റെ ജ്യേഷ്ഠൻ അജി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഐത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട്, അതായത് ചേട്ടത്തിയായിട്ട് ഐത്തിനും ചേട്ടത്തിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് അജി കാണാനിട വന്നു. അങ്ങനെയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. അതെൻ്റെ മോള് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ വന്ന് ഇതിപ്പോൾ അവളെ ഗൾഫിന് പറഞ്ഞു വിട്ടു. സുജിത എന്ന് പറയുന്നവളെ ഗൾഫിന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അവൾ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോഴത്തേനും എൻ്റെ മോളോട് നീ ഡൈവേഴ്സ് മേടിച്ച് പോകണം, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്നൊപ്പം എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങ് അവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അതിന് ഫലമായിട്ടാണ് എൻ്റെ കുഞ്ഞ് മാനസിക സംഘർഷം മൂത്താണ് ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവർ എൻ്റെ കുഞ്ഞിനവിടെ സംഭവിച്ച കാര്യം എന്നോടും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബാംഗങ്ങളോടും ആരോടും വിളിച്ചു പറഞ്ഞില്ല. നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് രേഷ്മ നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെയാണ് യുവതിയുടെ കുറിപ്പ്. രേഷ്മയെ ഭർത്താവ് ശാരീരികമായും ഉപദ്രവിച്ചെന്നാണ് ആരോപണം. ആത്മഹത്യാ കേസാണ് പുന്നപ്ര പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും ചേർത്ത് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ 2 വർഷം കൊണ്ട് അയാൾ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ ഞാൻ അത് പറ്റിയ പോലെ അയാളുടെ പുറകെ വന്നു. അറിയാമോ, ഈ 2 വർഷം ഞാൻ അയാളെ അയാൾ പറഞ്ഞു ഞാൻ അയാളെ സ്നേഹിച്ചിട്ടില്ല, അയാളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ നിന്നിട്ടില്ല, അയാളുടെ വീഴ്ചയെ ഞാൻ കൈ താങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ അയാൾ പറയുന്നത്. ന്യൂസ് 18 കൊല്ലം. രാത്രിയിൽ മകൾ ഫോണിൽ വിളിച്ചതാണ് 2ാം സെമസ്റ്റർ ഫീസ് ഉടൻ കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. ആ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് രാവിലെ കേട്ടത് മകളുടെ മരണവാർത്ത. ഇടുക്കി മാങ്കുളം സ്വദേശിനി നന്ദനെ ഹോസ്റ്റലിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥിനി
നന്ദനയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചത്? മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. എന്നാൽ ഹോസ്റ്റലിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാങ്കുളം സ്വദേശിയും BB 1ാം വർഷ വിദ്യാർത്ഥിനിയുമായ നന്ദനെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്റ്റഡി ലീവായതിനാൽ കൂടെയുള്ള കുട്ടികൾ വീട്ടിൽ പോയ സമയത്താണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി മുറി കൊത്തിപ്പൊളിച്ചാണ് അകത്ത് കയറിയത്. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുട്ടിയുടെ അച്ഛൻ. ഒരിക്കൽ പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത്. അണിച്ച് ആ തൂങ്ങി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ നിലത്ത് മുട്ടിയാ തൂങ്ങി നിൽക്കുന്നു. അല്ലാണ്ട് മറ്റേ ഇവിടെ ടർക്കിയിരിക്കുന്നു. അല്ല, ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് വിളിച്ച് നമ്മൾ 31,000 രൂപ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ് 31,500 നമ്മൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1 മാസത്തെ ഇപ്പൊ പെൻഡിങ് ഉള്ളു. അത് ഫീസ് അതിന് അവര് 125 രൂപ ഫീസ് മറ്റേ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് പിഴ മേടിക്കുന്നുണ്ട്. അപ്പൊ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കും. ഒരെണ്ണം ബെർലിനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരെണ്ണം ഇവിടെ. അപ്പൊ നമ്മള് ചിലപ്പോ ഇച്ചിരി താമസിക്കും, എന്നാലും നമ്മളെ പലിശ നമ്മളെ അല്ല കോളേജിൽ എന്ന് പറഞ്ഞ ഈ വാർഡന്മാർക്ക് ഒരു അണിച്ച് കഴിഞ്ഞ ദിവസം അവര് മറ്റേ പോന്നു പറഞ്ഞു, കൊച്ചു പോന്നു പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോ കൊച്ചു മറ്റേ റൂമിലുണ്ട്. എന്നിട്ട് രണ്ടാമത് വിളിച്ചു, അന്നേരം മറ്റേ കൊച്ചു റൂമിൽ നിൽക്കുക. പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചതുപോലെയുള്ള ദുരൂഹത ഒന്നുമില്ലെന്ന് പോലീസ് ഇൻസ്പെക്ടർ PT വിജോയ് പറഞ്ഞു. പെൺകുട്ടിയിൽ യാതൊരു അസ്വാഭാവികതയും കണ്ടിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി പറഞ്ഞു. ഇല്ല, ഒന്നുമില്ല. നമ്മുടെ കുട്ടി കോളേജിലും ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു അസ്വാഭാവികതയില്ല ഇതിനകത്ത് കാണുന്നത്. പിന്നെ പോലീസ് വന്ന് റിപ്പോർട്ട് തരട്ടെ. വീട്ടില് നമുക്കറിയില്ല എന്താണ്. ന്യൂസ് 18 കോതമംഗലം. 3 മക്കളുള്ള 26-കാരിക്ക് 22-കാരിയുമായി പ്രണയം. എന്നാൽ 5 മാസം പ്രായമുള്ള കുഞ്ഞുള്ളതിനാൽ സ്വവർഗ പങ്കാളിക്കൊപ്പം ചിലവഴിക്കാൻ സമയമില്ല. അതോടെ ഭർത്താവിനുണ്ടായ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ക്രൂരത. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്നാണ് നാടിനെ നടുക്കിയ വഴിവിട്ട ബന്ധത്തിൻ്റെയും അരുംകൊലയുടെയും കഥകൾ പുറത്തു വന്നത്. കുഞ്ഞിൻ്റെ മരണത്തിൽ ഭർത്താവിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത്. കേസിൽ കൃഷ്ണഗിരി സ്വദേശികളും ലെസ്ബിയൻ പങ്കാളികളുമായ യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഫോണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അമ്മയായ ഭാരതി ഭർത്താവ് സുരേഷിനൊപ്പം ചിന്നാട്ടി ഗ്രാമത്തിലാണ് കഴിഞ്ഞിരുന്നത്. 5 മാസം പ്രായമായ ഇവരുടെ ആൺകുഞ്ഞ് നവംബർ 5-ന് മരിച്ചു. പാൽ നൽകുന്നതിനിടെ കുഞ്ഞ് അബോധാവസ്ഥയിലായി എന്നാണ് ഭാരതി ഭർത്താവിനോട് പറഞ്ഞത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. എന്നാൽ കുഞ്ഞിന്റെ മരണത്തിൽ സുരേഷിനുണ്ടായ ചില സംശയങ്ങളാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഭാരതിയുടെ ഫോൺ പരിശോധിച്ച സുരേഷ് ഭാര്യയ്ക്ക് സുമിത്ര എന്ന സ്ത്രീയുമായി സ്വവർഗ ബന്ധമുള്ളതായി കണ്ടെത്തി. 4ഉം 5ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങൾ ഇവർക്കുണ്ട്. വീണ്ടും ഒരു കുഞ്ഞുകൂടി ആയതോടെ ഭാരതിക്കും സുമിത്രയ്ക്കും തമ്മിൽ ചെലവിടാൻ സമയം ലഭിക്കാതായി. ഇതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. ഭാരതിയും സുമിത്രയും തമ്മിൽ 3 വർഷമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കാര്യം ഭാരതി സുമിത്രയോട് പറഞ്ഞതിന്റെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം ഉൾപ്പെടെ സുരേഷ് പോലീസിന് കൈമാറിയിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് ഇരുവരും അറസ്റ്റിലായത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും കഴുത്ത് ഞെരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി.
സുരേഷും മറ്റു കുടുംബാംഗങ്ങളും ജോലിക്ക് പോയിരുന്ന സമയത്ത് ഭാരതി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. സുമിത്രയാണ് കുഞ്ഞിനെ കൊല്ലാൻ ഭാരതിയെ നിർബന്ധിച്ചതെന്നും ഇവർ മൊഴി നൽകി. ഇരുവരുടെയും കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുമിത്രയെയും ഭാരതിയെയും അറസ്റ്റ് ചെയ്തത്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഫോണിൽ നിന്ന് കണ്ടെടുത്തു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ചെന്നൈ. പാലക്കാട് പട്ടാമ്പിയിൽ 3 വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട +2 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വേണ്ടി നാടൊട്ടുക്കും തിരച്ചിൽ നടത്തി. എന്നാൽ പ്രതി മലപ്പുറം മങ്കട സ്വദേശി ഇബ്രാഹിം പിടികൊടുക്കാതെ 3 വർഷത്തോളം അന്വേഷണ സംഘത്തെ ചുറ്റിച്ചു. എന്നാൽ കേരള പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് അയാൾക്ക് എത്ര നാൾ ഒളിവിൽ കഴിയാൻ സാധിക്കും? 3 വർഷത്തിന് ശേഷം പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇബ്രാഹിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അന്ന് പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങി നടക്കുകയായിരുന്നു. നാട്ടിൽ യാതൊരു ബന്ധവുമില്ലാതെ ബംഗളൂരുവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതി ഇബ്രാഹിം ബംഗളൂരു സദാശിവ നഗറിലെ ലോഡ്ജിൽ വെച്ചാണ് പോലീസ് സംഘം സാഹസികമായി പ്രതിയെ പിടികൂടിയത്. ഇബ്രാഹിമിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. മദ്യപിച്ച് ലക്കുകെട്ടാൽ പിന്നെ അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. പൊതുനിരത്തിൽ പരസ്യമായി സ്ത്രീകളെ ആക്രമിക്കുന്നതും അവർക്ക് ലഹരിയാണ്. മലപ്പുറം പൂങ്ങോട് സ്വദേശി വിഷ്ണു പ്രസാദ് കഴിഞ്ഞ രാത്രി മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ച് അറിയണം. കാറിലെത്തിയ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യവർഷം, പിന്നീട് ഉപദ്രവിക്കാൻ ശ്രമം. ഇത് നേരിൽ കണ്ട നാട്ടുകാരായ അഭിലാഷും സിറാജും വിഷ്ണുവിനെ ചോദ്യം ചെയ്തു. അതിൻ്റെ പ്രകോപനത്തിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ നീക്കം. കേസിൽ പ്രതി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മദ്യലഹരിയിൽ കാർ യാത്രക്കാരെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പൂങ്ങോട് മടത്തിൽപ്പറമ്പ് വിഷ്ണു പ്രസാദാണ് പിടിയിലായത്. പ്രതിക്കെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന സംഭവത്തിന് ശേഷം പ്രതി വിഷ്ണു പ്രസാദ് ഒളിവിൽ കഴിയുകയായിരുന്നു. കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. അഭിലാഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 തച്ചങ്ങോട് വെച്ചാണ് കാർ യാത്രക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും വിഷ്ണുപ്രസാദ് കാർ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഈ സമയം അതുവഴി വന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരായ അഭിലാഷും സിറാജും സംഭവം കാണുകയും വിഷ്ണു മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതോടെ കാർ യാത്രക്കാരെ സുരക്ഷിതമായി കടത്തിവിടുകയും ചെയ്തു. ഇതോടെ പ്രകോപിതനായ വിഷ്ണു സുഹൃത്തുക്കൾക്കിടയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി. സിറാജ് ഓടി മാറിയതിനാൽ രക്ഷപ്പെട്ടു. അഭിലാഷിനെ റോഡിലൂടെ വലിച്ചിഴച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട്. ബൈക്ക് 200 മീറ്ററോളം റോഡിലൂടെ നിരക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒരു 2 കാറുകൾ തമ്മിൽ തർക്കമുണ്ടതിൻ്റെ ഭാഗമായിട്ട് അതിൽ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ചത് കാരണം കൊണ്ട് ഈ കേസിലെ പ്രതിക്കെതിരായി നിന്നു എന്ന് നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ് അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയും ഓടിച്ചു വരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ഏകദേശം 30ഓളം മീറ്റർ റോട്ടിൽ കൂടെ ബൈക്കിലും ബൊലേറോയ്ക്ക് ഇടയിൽ പെട്ട് പോവുകയും പിന്നെ തെറിച്ചു വീഴുകയുണ്ടായത്. തുടർന്ന് ഏകദേശം 200 മീറ്ററോളം വണ്ടി ബൊലേറോയിൽ ബൈക്ക് കുടുങ്ങി ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത്. ഈ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണുകൊണ്ട് ഗുരുതരമായ പരിക്കാണ് അഭിലാഷിനെ ഏറ്റിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായ വിഷ്ണു പ്രസാദ് ഏകദേശം 10ഓളം കേസിൽ വണ്ടൂരും അതുപോലെ തന്നെ കാളികാവിലും സ്റ്റേഷനുകളിൽ പ്രതിയാണ്. രാത്രി അഭിലാഷിനെ ആശുപത്രിയിലാക്കി പുലർച്ചെ 2:30 വണ്ടൂരിലേക്ക് പോയ സിറാജിനെയും മറ്റൊരു സുഹൃത്തിനെയും പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് പ്രതി വീണ്ടും ആക്രമിച്ചതായും പറയപ്പെടുന്നു.
നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണുപ്രസാദ് എന്നും പോലീസ് പറയുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. തനിച്ചു താമസിക്കുന്ന വൃദ്ധ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് മക്കളൊന്നും ഒപ്പമില്ലെങ്കിൽ കഴിവതും സ്വർണ്ണാഭരണങ്ങൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. മക്കൾ വീട്ടിലുണ്ടെങ്കിൽ പോലും അവർ പുറത്തു പോകുമ്പോൾ അച്ഛനമ്മമാർ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. കാരണം കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. വയോധികർ തനിച്ചുള്ള വീടുകൾ നോട്ടമിട്ട് വയ്ക്കും. പിന്നീട് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കവർച്ച. കോട്ടയം കുറിച്ചിയിൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണം കവർന്നത് മക്കൾ പള്ളിയിൽ പോയ സമയത്താണ്. ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികയെ ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കേസെടുത്ത് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്നവർ പള്ളിയിൽ പോയ ശേഷമാണ് കവർച്ച നടന്നത്. 80 വയസ്സുകാരിയായ തെക്കേപ്പറമ്പിൽ അന്നമ്മയുടെ കയ്യിൽ കിടന്ന 1 പവന്റെ മാലയാണ് മോഷ്ടാവ് കവർന്നെടുത്തത്. കുറിച്ചി ഹോമിയോ കോളേജ് ജംഗ്ഷനിൽ തന്നെയാണ് നാടിനെ നടുക്കിയ കവർച്ച നടന്നത്. ഞായറാഴ്ച ദിവസമായതിനാൽ തിരക്കില്ലാത്തത് നോക്കി മോഷ്ടാവ് വീടിനുള്ളിൽ കടക്കുകയായിരുന്നു. അക്രമത്തിൽ അന്നമ്മയുടെ 2 കൈകളിലും മുറിവുണ്ടായിട്ടുണ്ട്. 11 മണിയോടെ പള്ളിയിൽ നിന്നും മക്കൾ തിരിച്ചെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അന്നമ്മ. തുടർന്ന് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ചിങ്ങവനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കോട്ടയം. ബസ്സുകളിലും ഉത്സവപ്പറമ്പിലുമൊക്കെ കൃത്രിമ തിരക്കുണ്ടാക്കി മോഷണം നടത്തുന്ന സംഘങ്ങളുണ്ട്. തിരക്കിനിടയിൽ ആളുകളുടെ ശ്രദ്ധ തിരിച്ചാണ് കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് ഷാജഹാനും സംഘവും യാത്രക്കാരുടെ പാൻസിൻ്റെ പോക്കറ്റ് മുറിച്ച് മോഷണം നടത്തുന്നതിൽ വിരുദ്ധരാണ്. മലപ്പുറം മഞ്ചേരിയിൽ ബസ്സിൽ കൃത്രിമ തിരക്കുണ്ടാക്കി വയോധികൻ്റെ 3.25 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായി. ഷാജഹാൻ അടക്കം 3 പേരെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിൽ കയറിയ ശേഷം കൃത്രിമ തിരക്കുണ്ടാക്കി വൃദ്ധനെ പോക്കറ്റടിച്ച് 3.25 ലക്ഷം രൂപ കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം 3 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പാൻസിന്റെ പോക്കറ്റ് മുറിച്ച് 25,000 ഇന്ത്യൻ രൂപയും 3,50,000 രൂപയ്ക്ക് തുല്യമായ 14,000 UAE ദിർഹവും കവർന്ന കേസിലാണ് അറസ്റ്റ്. സംഭവത്തിൽ കുപ്രസിദ്ധ മോഷ്ടാവും നിരവധി മോഷണ കേസുകളിൽ പ്രതിയുമായ വളവട്ടൂർ സ്വദേശി വടക്കുംപുലാൻ വീട്ടിൽ അബ്ദുള്ള കോയ എന്ന ഷാജഹാൻ, കൂട്ടാളികളായ കൊണ്ടോട്ടി കളവത്ത് സ്വദേശി തൊട്ടിയൻകണ്ടി വീട്ടിൽ ജുനൈസുദ്ദീൻ, ഊർങ്ങാട്ടിരി ആലിഞ്ചുവട് സ്വദേശി മഞ്ഞക്കൊടവൻ വീട്ടിൽ ദുൽഖ്ലിഫി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായാണ് 3 പേരും പിടിയിലായത്. അബ്ദുള്ള കോയയ്ക്കെതിരെ 25ഓളം മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ജുനൈസും സമാനമായ കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയതാണെന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കാഴ്ച വൈകല്യമുള്ളവരെ കാണുമ്പോൾ സാധാരണ നമുക്കെല്ലാം അവരുടെ സഹതാപം തോന്നാറുണ്ടല്ലേ. ഒരൽപ്പം മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ സഹായിക്കാറുണ്ട്. എന്നാൽ അന്ധരായ ആളുകളെപ്പോലും കൊള്ളയടിക്കുന്ന ചില ജന്മങ്ങളുണ്ടെന്നേ നമ്മുടെ നാട്ടിൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാഴ്ച വൈകല്യമുള്ള സുവിശേഷകനെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ പ്രതി പോലീസിൻ്റെ പിടിയിലായി. പത്തനംതിട്ട സ്വദേശി ജോസിനെ ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞാണ് പ്രതി പണമടങ്ങിയ ബാഗ് കൊള്ളയടിച്ചത്.
പാലോട് സ്വദേശി പ്രശാന്ത് കുമാറാണ് പിടിയിലായത്. പത്തനംതിട്ട തലപ്പാല വീട്ടിൽ ജോസാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ മാസം 25-ന് കുളത്തൂപ്പുഴയിലെ പെന്തക്കോസ്ത് ദേവാലയത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങവേ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ YMCA പാതയിൽ എത്തിച്ച ശേഷം പണമടങ്ങിയ ബാഗ് കവരുകയായിരുന്നു. തുടർന്ന് സമീപത്തെ അരിഷ്ടക്കടയിൽ കയറി അരിഷ്ടം വാങ്ങി കുടിച്ച പ്രതി നെടുവണ്ണൂർ കടവിലെത്തി ബാഗിൽ നിന്നും 7000 രൂപ എടുത്ത ശേഷം റോസ് മലയിലേക്ക് കടക്കുകയായിരുന്നു. പ്രദേശത്തെ നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച കുളത്തൂപ്പുഴ പോലീസ് റോസ് മലയിൽ ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിന് ശേഷം പ്രതിയുമായി പോലീസ് ആക്രമണം നടന്ന കുളത്തൂപ്പുഴ ടൗണിലും YMCA പാത, അരിഷ്ടം കുടിച്ച സ്ഥലം, നെടുവണ്ണൂർ കടവിൽ ബാഗ് ഒളിപ്പിച്ച സ്ഥലം എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 പുനലൂർ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ചികിത്സാ ആവശ്യത്തിന് സമീപിക്കാനുള്ള ഇടമാണ് സർക്കാർ ആശുപത്രികൾ. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ ചികിത്സയ്ക്കോ പ്രസവത്തിനോ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പോകാൻ പലർക്കും ഇപ്പോൾ പേടി തോന്നുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച വേണുവിൻ്റെ മരണമൊഴി നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. തൊട്ടു പിന്നാലെ SAT ആശുപത്രിക്കെതിരെയും ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിന് ശേഷം യുവതി മരിച്ചത് ഗുരുതരമായ ചികിത്സാ വീഴ്ചയെന്നാണ് പരാതി. കരിക്കകം സ്വദേശിനി ശിവപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൈക്കുഞ്ഞുമായി കുടുംബം ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിരോധത്തിലായിരിക്കുന്നതിനിടയിലാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ മറ്റൊരു യുവതി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ശിവപ്രിയ എന്ന യുവതിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത്. ഇവർ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രസവത്തിനായി SIT ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം SIT ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ കഴിയുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് അവിടെ ഉണ്ടായത്. അതല്ല എങ്കിൽ കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെയാണ് ഈ SIT ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അണുബാധ ഏൽക്കാനിടയായ സാഹചര്യമെന്നാണ് ശിവപ്രിയയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. ഞാൻ കണ്ണു തുറന്ന് എൻ്റെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിക്കുന്ന വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തലയെ കാട്ടി ഇന്ന് രാവിലെ ആയപ്പോൾ പറയുന്നു ഇടത്തെ ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഒരു അരമണിക്കൂറിനകത്ത് വെച്ച് അണുബാധ എന്ന് പറയുന്നത് അസിനറ്റോബാക്ടർ എന്ന് പറഞ്ഞ ഒരു അണുബാധയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്നതാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് SIT ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളും ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഈ BJP നേതാക്കളെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ശിവപ്രിയയുടെ ബന്ധുക്കളുടെയും ഒക്കെ തീരുമാനം. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ.
മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കച്ചവടം നടത്തുന്നവർ ഇപ്പോൾ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. രാത്രി സമയങ്ങളിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം തുടർക്കഥയാകുന്നു. മൂന്നാർ കന്നിമല എസ്റ്റേറ്റിലാണ് ഒടുവിൽ കവർച്ച നടന്നത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും 2 ഗ്യാസ് സിലിണ്ടറുകളും മോഷണം പോയി. കട ഉടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്തെ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണങ്ങൾ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഫ്ലവർ ഗാർഡന് സമീപം വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം നടന്നിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ കന്നിമല എസ്റ്റേറ്റ് ഭാഗത്തുള്ള വഴിയോര കടയിലും മോഷണം നടന്നത്. കടലാർ സ്വദേശിനിയായ വീട്ടമ്മയുടെ കടയിലാണ് മോഷണം. கடலார்லேருந்து கன்னிமலை ஃபேக்ட்ரிக்கு மேலே கடை போட்டிருக்கேன், ரோட்டு கடை. அதில் வந்துட்டு இப்போ நான் 2-3 நாளாக சிவிஎஸ்சில் இருந்ததுனால 2 நாளாக கடை போடலை. இன்றைக்கி வந்து காலையில் கடையை ஓப்பன் பண்ணி பார்க்க என் கடை பூட்டெல்லாம் உடச்சி உள்ளே இருந்த 2 சிலிண்ட்ரு நான் அடிஷனல் அடைக்கிறதுக்காக ஒரு புக்கில் காசு வச்சு இங்கே தான் வச்சுருக்கேன். அந்த காசு இல்லை. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം വീട്ടമ്മ എത്തി കട തുറന്നപ്പോഴാണ് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റും മോഷണം പോയ വിവരം അറിയുന്നത്. മൂന്നാർ മേഖലയിലെ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം വർദ്ധിച്ചു വരുന്നത് കടയുടമകളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. മുമ്പ് മോഷണക്കേസുകളിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ന്യൂസ് 18 മൂന്നാർ. നമ്മളെ ഏറ്റവും നിരാശരാക്കുന്നത് എന്തായിരിക്കും? നഷ്ടബോധമായിരിക്കും, അല്ലേ? നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം വിരസമാക്കുന്നവരുണ്ട്. അത് പ്രണയവും സൗഹൃദവും ബന്ധങ്ങളും പണവും സ്വത്തുമൊക്കെ ആകാം. വെറുതെ കിട്ടാതെ പോയതിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കണോ? അത് നമ്മളെ മാനസികമായി തകർക്കാം, ചിലപ്പോൾ വിഷാദരോഗിയാക്കാം, ജീവിതം തന്നെ കൈവിട്ടു പോകാം. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നേ, എന്നാൽ അതിലും മനോഹരമായത് നമ്മളെ തേടിയെത്തിയേക്കാം. ആ പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.